ഇവിടെ നിൽക്കണോ അന്നാണ് ഈ തെരഞ്ഞെടുക്കണ ഈ എന്റെ ജീവിതം തകർത്തതും പോരാ. എന്താണ് വലിയ സുഹൃത്തുക്കളായിട്ട് അടി എന്ത് പ്രശ്നം എന്താണ് എന്ത് സ്ഥാപനങ്ങൾ കുറെ എന്ത് രണ്ടാളും കൂടെ വലിയ ലോകാടി എന്ത് പ്രശ്നം തല്ലൂടെ എന്ത് നിങ്ങൾ എന്താ പറയണ്ട ദാസേട്ടാ? നിങ്ങൾ കാര്യം എന്തെങ്കിലും അറിയോ? എനിക്കറിയില്ല, നിങ്ങൾ പറയും. ദാസേട്ടാ, ഓ എന്റെ ചെങ്ങായി മാത്രല്ല എന്റെ കൂടെപ്പറപ്പും കൂടിയാനോ. ഓ എന്നിട്ടാണ് എന്റെ ഒപ്പം നടന്നാണ് ഈ പണി കാണിച്ചത്. എനിക്കിപ്പോ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. എന്താ ഞാൻ ചെയ്യാ? അവരെ തല്ലല്ല വേണ്ട, തല്ലി കൊല്ലണം. ഞാൻ ചെയ്യാത്ത നമ്മളും ജയിലിൽ പോകണം. ലാസ്റ്റ് ആലോചിച്ചിട്ടാ ഓനിപ്പോ ഇന്റെ പെണ്ണുങ്ങൾ വരെ മോന്റെ ഒപ്പാണ്. നാട്ടിൽ എനിക്ക് ഇറങ്ങാൻ വയ്യ. ഇതൊന്നും ഞാൻ അറിയില്ല സാഫി. നിങ്ങൾ അറിയാതെ നിൽക്കരുത്, അറിയണം നിങ്ങള്. പറയുമ്പോഴപ്പോ അറിയണത് അതുകൊണ്ടല്ലോ ഓനിപ്പോ ഇത്രയും കസരണ്ടാവാൻ നിൽക്കണ്ടേ. സാഫിയെ, നിങ്ങൾ രണ്ടാളെ ഞാൻ കുറ്റം പറയും. കാരണം രണ്ടാളെന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ സ്നേഹിതമാണ് കാര്യമില്ല. ഓരോന്നും നിർത്തണം, അല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഈ പോയ കുറെ തച്ചിന് വന്നൊന്നും കാര്യമില്ല. ഓനെ വയ്ക്കാൻ വിട്ടളാ, ഇത് എന്റെ വയ്ക്കും പോയിക്കോ, അല്ല ഇതിനൊരു തീരുമാനമാവൂല. അങ്ങനെയല്ല ദാസേട്ടോ, അങ്ങനെ ഓൻ ജീവിച്ചോട്ടെ, ഞാൻ എന്റെ വൈക്കും പോയിക്കോളാം. പക്ഷെ ഓന് അവിടെ ഇവിടെ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? എനിക്ക് ജീവിക്കണ്ടേ? എന്റെ പെണ്ണുങ്ങൾ പോന്റെ ഒപ്പാണ്. എന്താ ഞാൻ ചെയ്യാ? ദാസേട്ടാ ആയിക്കോട്ടെ, ഞാൻ എന്റെ വൈക്കും ഓനോന്റെ വൈക്കും പോയിക്കോട്ടെ. ഞാൻ പഠിച്ചോനെ വിട്ടുകൊടുത്ത കാര്യങ്ങളൊക്കെ. പക്ഷെ ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓ ഇതേമാതിരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്റെ കുപ്പായ ഊരിട്ടുണ്ട് ഇറങ്ങും. അല്ലാതെ എനിക്ക് വേറൊരു വഴിയില്ല. ഞാൻ അത് ചെയ്യും. ഇനി ചെങ്ങ എന്തൊക്കെയാ ചെയ്യാവോ? അല്ലെങ്കിൽ ഓരോ കാര്യം ആലോചിച്ചാൽ വളരെ ദയനീയാവസ്ഥയാണ്. ഇങ്ങനെ ഒരാളെ ചതിക്കാൻ പാടില്ല.